വേങ്ങര സ്വദേശിയായ നവവധുവിന് നേരെയുണ്ടായ ഭർത്താവിന്റെ ഗാർഹിക പീഡനത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. അതേസമയം ഭർത്താവായ മുഹമ്മദ് ഫായിസും പിതാവ് സൈദലവിയും ഒളിവിൽ പോയെന്നാണ് വിവരം. ഫായിസ് വിദേശത്തേക്ക് കടന്നതായും സൂചനയുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. പെൺകുട്ടി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതികളിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. അന്വേഷണത്തിന്റെ പുരോഗതി കോടതിയെ ബോധിപ്പിക്കണമെന്നും റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അന്വേഷണം ശരിയായ വിധത്തിലല്ലെന്ന് ചൂണ്ടിക്കാട്ടി പെൺകുട്ടി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. വേങ്ങര സ്വദേശിയായ നവവധുവിനാണ് ഭർതൃവീട്ടിൽ ക്രൂരമർദ്ദനമേറ്റത്. സംശയത്തിന്റെ പേരിലും സൗന്ദര്യം കുറവാണെന്നാരോപിച്ചും സ്ത്രീധനത്തെ ചൊല്ലിയുമായിരുന്നു മുഹമ്മദ് ഫായിസ് പെൺകുട്ടിയെ നിരന്തരം മർദ്ദിച്ചത്. ഭർത്താവിന്റെ മർദ്ദനത്തിൽ യുവതിയുടെ കേൾവിശക്തിക്ക് തകരാർ സംഭവിച്ചിരുന്നു. ദേഹമാസകലം മുറിവേറ്റ പാടുകളുമുണ്ട്. മുഹമ്മദ് ഫായിസിന്റെ ക്രൂരപീഡനം സഹിക്കാനാവാതെ പെൺകുട്ടി മെയ് 23-ന് മലപ്പുറം വനിതാ പോലീസിൽ പരാതി നൽകിയെങ്കിലും നിസ്സാര വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തത്. കേസന്വേഷണത്തിലും പോലീസ് അലംഭാവം കാണിച്ചതോടെ ഒരാഴ്ചയ്ക്ക് ശേഷം മെയ് 28-ന് പെൺകുട്ടി മലപ്പുറം SP-ക്ക് പരാതി നൽകുകയായിരുന്നു. SP-യുടെ നിർദ്ദേശപ്രകാരം കേസിൽ വധശ്രമം, ഗുരുതരമായ പരിക്കേൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ കൂടി ചേർക്കുകയായിരുന്നു. ഫായിസും സീനത്തും മുൻകൂർ ജാമ്യം തേടി ജില്ലാ കോടതിയെ സമീപിച്ചെങ്കിലും കോടതി തള്ളി. സീനത്ത് ഹൈക്കോടതിയിൽ നിന്നും അറസ്റ്റ് ചെയ്യരുതെന്ന ഉത്തരവ് നേടി. ഇതിനിടെ മുഹമ്മദ് ഫായിസും പിതാവ് സൈദലവിയും ഒളിവിൽ പോവുകയായിരുന്നു. മർദ്ദനത്തിന് പുറമെ വനിതാ കമ്മീഷൻ അദാലത്തിൽ പറഞ്ഞ പ്രകൃതിവിരുദ്ധ പീഡനമെന്ന പരാതിയിലും പോലീസ് മെഡിക്കൽ പരിശോധന നടത്തിയിട്ടില്ല. തുടക്കം മുതൽ പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്ന് പെൺകുട്ടിക്കും വീട്ടുകാർക്കും പരാതിയുണ്ട്. പോലീസിൽ നിന്ന് നീതി കിട്ടാതെ വന്നതോടെയാണ് പെൺകുട്ടി ഹൈക്കോടതിയെ സമീപിച്ചത്. ന്യൂസ് ബ്യൂറോ, വേങ്ങര. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,